ശരി മോളെ, ശരി. എത്ര നാളായിട്ടാ നമ്മളെ കുഞ്ഞിന് വേണ്ടിട്ട് ഒന്ന് കാത്തിരിക്കണം. അവരെ കണ്ടിട്ട് എത്ര നാളായിട്ടാ. നമുക്ക് ഒരുപാട് പ്രായം ചെന്നവരെന്നെ അവളെ കാണുന്നതിന് മുമ്പ് നമ്മളെ കണ്ണടഞ്ഞു പോയാ ഒന്ന് കാണാതെ മരിച്ചു പോവില്ലേ നമ്മളവിടെ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വരാന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യമായിട്ട് അവര് നമ്മളെ പറ്റിക്കാൻ. എനിക്ക് എന്റെ കുഞ്ഞുമോളെ കാണാൻ തോന്നുന്നു കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാ. സാരമില്ലടാ, പോട്ടെ. നമ്മുടെ മക്കളല്ലേ, നമുക്കല്ലേ അവരോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. ഒരു അടുത്ത വർഷം വരില്ലേ? എന്നാലും എത്ര നാളായിട്ട് കേട്ടോ നമ്മൾ അവരെ കാത്തിരിക്കണം. അവള് ജനിക്കുന്നതിന് മുന്നേ തുടങ്ങിയതല്ലേ നമ്മുടെ കാത്തിരിപ്പ്. അതിനി നമ്മുടെ മരണം വരെ അതങ്ങനെ ആവട്ടെ. അതെന്തായാലും ഇനി വിഷമിക്കണ്ട. ഞാൻ എന്തായാലും ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. അമ്മ, അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒതുക്കി കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അവരെവിടെ? അവരാരും വരൂല. അതെന്തമ്മ? അമ്മക്ക് അവിടെ എന്തോ വലിയ തിരക്കുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഒന്ന് വന്ന് കണ്ടിട്ട് പോകാനുള്ള മനസ്സ് പോലും ഓർത്തില്ല മോളെ. ആയിരിക്കും മോളെ. പക്ഷെ ഞങ്ങൾക്ക് പ്രായം ചെന്നതിനെ കാരണം ഞങ്ങളെ പേരൊക്കെ ഞാൻ കാണില്ല. ഞങ്ങൾക്കൊരു ആഗ്രഹം കാണുന്നില്ല. ഇനി എത്ര കാലത്തേക്ക് ഇതുപോലെയുള്ള ആ ഓണം ആഘോഷങ്ങളൊക്കെ എത്ര വർഷമായിട്ടാണ് നിങ്ങളെ പറ്റിയിട്ടാണ് നമുക്കറിയാം. എത്രയോ നാളായിട്ട് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ കൊതിയായിട്ട് വരും. ചില രാത്രിയിൽ കിടക്കുമ്പോ ഞാനങ്ങ് മരിച്ചു വന്നു വിചാരിക്കും. പക്ഷെ അവളെ ഒന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് എന്റെ ദൈവത്തിന്റെ അടുത്തുള്ള പ്രാർത്ഥന. എല്ലാ പ്രാവശ്യം മോളെ പറയണം. അച്ഛൻ പറഞ്ഞ കണക്ക് നിങ്ങളുടെ കാത്തിരിപ്പിന് ഞങ്ങളുടെ കണ്ണടയും വരെ കാണുമായിരിക്കുമല്ലേ. എന്തായാലും സാരമില്ല. അവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ചിലപ്പം നമ്മൾ പറയാറില്ലേ, നമ്മൾ ജന്മം കൊടുത്ത ഒരാൾക്കാണെങ്കിൽ കർമ്മം കൊണ്ട് വേറെ മക്കളെ ഞങ്ങളെ കൂടെ കാണും. എനിക്ക് മുന്നേ നിന്റെ മോളെന്നാണ് ഇപ്പൊ അങ്ങനെയാ തോന്നുന്നത്. ഏകദേശം അവളുടെ പ്രായം തന്നെ അല്ലേ നിനക്ക്. ഞങ്ങൾ നിങ്ങളെ കൂടെയുള്ള ഈ സന്തോഷ നിമിഷം സന്തോഷിച്ച് തീർക്കാം. ഇനി എന്തായാലും നിങ്ങൾ വന്നതന്നെ മോളെ. നീ ഒരു കാര്യം ചെയ്ത് മോളെ വിളിക്കും. നമുക്ക് എല്ലാവർക്കും കൂടെ ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാം. എന്താ മോളെ വിളിക്കുന്നത്? ഞാൻ എന്തായാലും മോളെ വിളിക്കാം.